ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി അച്ചാർ കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ സ്പെഷ്യൽ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് നാരങ്ങ തന്നെയാണ്. ഞാൻ നല്ല മഞ്ഞ കളറായ നാരങ്ങയും അതേപോലെ കുറച്ച് പച്ച കളറായ നാരങ്ങ എടുത്തുകണ്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നാരങ്ങയുടെ തൊലിക്കൊക്കെ ഇതേപോലെ ചെറിയ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉള്ളൊന്നും കേടാവാന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയെടുത്താലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ നാരങ്ങയൊക്കെ നല്ലോണം ആവി കയറ്റിയെടുത്തിക്കണേ. ഇനി നമുക്കിതൊന്ന് ചൂടാറിന് ശേഷം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നാരങ്ങ 4 ആവണ രൂപത്തിൽ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിക്കണേ. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിക്കണേ. ആ ചട്ടിയൊക്കെ നല്ലോണം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നിക്കണേ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാറൊക്കെ ഇടുമ്പോൾ കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കുള്ളൂ. ഇനി എണ്ണയൊക്കെ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ആ കടുകൊന്ന് പൊട്ടിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് വേണം. സാധാരണ നമ്മൾ ഈ അച്ചാർക്ക് വെറും ഈ പച്ചമുളകിൻ്റെ എരി മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് പച്ചമുളക് എടുത്ത് കൊടുക്കുക. ഈ പച്ചമുളകിനെ പറഞ്ഞാൽ നിങ്ങൾ നല്ല കാന്താരിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ നല്ല ടേസ്റ്റ് തന്നെ ആയിക്കാരം, വേറെ ലെവലിലേക്കാരം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ 3 സാധനം ഇട്ടെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും മുരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ നാരങ്ങ മുറിച്ച് വെച്ച നാരങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഈ നാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നാരങ്ങയ്ക്ക് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ മധുരം എല്ലാം ബാലൻസ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് നമുക്ക് കുറച്ച് അച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതൊക്കെ പാടെ കൂടി ചേരാനും വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എല്ലാം നിന്ന് നാരങ്ങ ഉടയും ചെയ്യരുത്. ഈ നല്ലോടത്തേക്ക് എല്ലാം ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് സുർക്ക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നാരങ്ങൻ്റെ പുളി അനുസരിച്ച് നമുക്ക് കുറച്ച് സുർക്ക ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ പാകത്തിന് സുർക്ക നമ്മൾ ഒഴിച്ചു കൊടുത്തിങ്ങനെ. ഇനി ഈ സുർക്ക ഒന്നും ഇങ്ങോട്ട് തിളച്ചതിന് ശേഷം നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അച്ചാർ കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കും. കാരണം വെച്ചാൽ സുർക്ക തിളച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ ഇതേപോലെ അച്ചാറൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വന്ന് കേട്ടോ. ഇനി നമുക്കൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറാനും വേണ്ടി മാറ്റി വെക്കണം. അതിന് ശേഷം നമുക്കൊരു നുള്ളി എള്ള അതിലേക്കൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നുള്ളി എള്ള ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലോണം ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. പൊട്ടൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം ആ എള്ളൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് ആ എള്ളൊക്കെ ഒന്ന് ചൂടാറിന് ശേഷം ആ ചൂടാറിയ എള്ള് നമ്മൾ അച്ചാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യണ മാതിരത്തിന് വെള്ളമയൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലേക്ക് നമുക്ക് ഈ അച്ചാറൊക്കെ ഇട്ടൊന്ന് സൂക്ഷിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ നല്ലൊരു ഗിഫ്റ്റ് ആയിക്കാണ്ട് ഈ അച്ചാർ കൊടുത്തേക്കാൻ പറ്റും. നല്ലൊരു അച്ചാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനിയും വരട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാനും മറക്കരുത്.